ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ട്വിൻ ഫ്ലെയിംസിലുള്ള അഡിക്ഷൻസിനെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ബേസിക്കലി അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ ഫേസ് ചെയ്യാൻ മടിച്ചിട്ട് നമ്മളുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു മാർഗം, അത് ഇന്ന മാർഗം എന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു മാർഗം, അല്ലെങ്കിൽ നമ്മളുടെ ഫീലിങ്സിനെ ഫീൽ ആവാൻ ഇഷ്ടമില്ലാതെ നമ്മൾ ആ ഫീലിങ്സിനെ സപ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു മൈൻഡിനെ, ആ സമയത്തെ മൈൻഡിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത്. അത് പലതരത്തിലുണ്ട്. ആദ്യം നമ്മൾ ഫെമിനൈൻ എനർജീസിൻ്റെ അഡിക്ഷൻസ് എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ആ അഡിക്ഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വരുന്ന കാര്യങ്ങൾ, ഫെമിനൈൻ എനർജീസ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ പോയിന്റ് വരുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. സ്പിരിച്വൽ അവേക്കനിങ് ജേർണി എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ജേർണിയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾക്ക് ഈ ഒരു അവേക്കനിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളുടെ ഫീലിങ്സിനെ ഫീൽ ആവണം. അതായത് നമ്മുടെ ഹാർട്ട് ചക്രയിൽ വരുന്ന ഹെവിനെസ്സിനെ ഫീൽ ആവാൻ മടിയായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും പല കാര്യങ്ങളും. ആ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ആയിരിക്കാം, ഫേസ്ബുക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയിരിക്കാം, എന്തുമായിക്കോട്ടെ. അവിടെ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരുന്ന കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കാണുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു അൺഹീൽഡ് ആയിട്ടുള്ള വെർഷനെ ഫേസ് ചെയ്യാതെ നമ്മളുടെ മൈൻഡ് ഡൈവേർട്ട് ആക്കാനായിട്ട് ചെയ്യുന്ന കാര്യം, അറ്റ് ദ സെയിം ടൈം അവിടെ നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് എനർജിയെങ്കിലും, നല്ല എനർജീനെയും നമ്മൾ ആ മുമ്പിലുള്ള കണ്ടൻറ്റിനെ സ്പോഞ്ച് പോലെ വലിച്ചെടുത്തിട്ട്, അതായത് വരുന്ന വീഡിയോസിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റിയും കാണാം. നിങ്ങൾക്കൊക്കെയും അറിയാം, നമ്മളൊക്കെയും നമ്മളുടെ എനർജീനെയാണ് ക്ലെൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയിലുള്ള കണ്ടൻറ്റിൻ്റെ അനുസരിച്ച് വരുന്ന എനർജീസ് നമ്മൾ വലിച്ചെടുത്തിട്ട് പലപ്പോഴും നമ്മൾ എനർജി ഡ്രെയിൻ ആവാറുണ്ട്. പതുക്കെ ഈ ഒരു സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങൾ സ്ക്രോൾ ചെയ്യുന്നത് അഡിക്ഷനായി മാറാറുണ്ട്. അതേപോലെയാണ് ട്വിൻ ഫ്ലെയിം റിലേറ്റഡ് ഇതേപോലത്തെ വീഡിയോസ് കാണുന്നതും. ഇനീഷ്യൽ സ്റ്റേജിൽ ഈ ഒരു കാര്യം വളരെയധികം കൂടുതലായിരിക്കും. എന്നാൽ ആ വീഡിയോസ് ഇടുന്ന ആ ഒരാളുടെ എനർജിയും നിങ്ങൾക്ക് ഇമ്പാക്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ അവിടെ പലപ്പോഴും നമ്മൾ എനർജി ഡ്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ടീ, കോഫി ഇതൊക്കെയും ഫ്രീക്വൻ്റ് ആയിട്ട് കുടിക്കുക എന്നുള്ളതാണ്. സെയിം തിങ്. അതായത് നമ്മൾക്ക് ആ ഒരു ഹെവിനെസ് ഒക്കെ വരുമ്പോൾ, നമ്മൾക്ക് പേർജിങ് വരുമ്പോൾ, കരച്ചിൽ വരുമ്പോൾ, കാരണം ഈ ഒരു ജേർണിയിൽ ഇനിഷ്യലായിട്ടുള്ള സമയത്ത് കുറേ മാസങ്ങളോളം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾക്ക് എന്തിനാണെന്ന് പോലും അറിയാതെ കരച്ചിൽ വരാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അതായത് ചായ ആയിരിക്കും, കാപ്പി ആയിരിക്കും, ഒക്കെ പലപ്പോഴായിട്ട് ഒരു ദിവസത്തിൽ പല പ്രാവശ്യം കുടിക്കുക. അത് കുടിക്കുമ്പോൾ മേ ബി നമ്മൾക്ക് ആ ഇൻസ്റ്റൻ്റ്ലി അതിലുള്ള കഫേൻ്റെ ഒക്കെ ഒരു കണ്ടെയ്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് ആശ്വാസം അപ്പം തോന്നും. എന്നാൽ നമ്മളുടെ അൺഹീൽഡ് പാർട്ട് അങ്ങനെ തന്നെ കിടക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ എനർജി ഇതൊക്കെയും ഡ്രെയിൻ ചെയ്യുകയും ചെയ്യും. മൂന്നാമത്തെ പോയിന്റ് വന്നിട്ട്, നമ്മൾക്ക് ഒരു ഹെവിനെസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ, കാരണം ഈ ജേർണിയിലേക്ക്, സ്പിരിച്വൽ ജേർണിയിലേക്ക് വരുമ്പോൾ നമുക്ക് പലപ്പോഴും വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മളുടെ മുമ്പിൽ വരും. അപ്പോൾ ഈ ജേർണി എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലേക്ക് നോക്കാനാണ്, ദൈവത്തിനോട് കണക്റ്റ് ആയിട്ട് നമ്മളുടെ ഇൻഡ്യൂഷനെ കേട്ടിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ളതാണ്. സോ ഇവിടെ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഏറ്റവും അടുത്തുള്ള ഒരാളോട് ഇത് ഡിസ്കസ് ചെയ്യും. അത് പരാതി ആയിക്കോട്ടെ, വിഷമമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. അപ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ അടുത്തു നിന്നൊരു സൊല്യൂഷൻ എടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ അടുത്തു നിന്നൊരു ഉപദേശം എടുക്കുകയും ചെയ്യും. അവരോട് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടിയെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും.
ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കോ ഡിപ്പെൻഡൻസിയുടെ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. എന്നാൽ പലപ്പോഴും ഈ ഒരു സെയിം ആളിനെ തന്നെ നമ്മൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ അതൊരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസിലേക്ക് വന്നിട്ട് പലപ്പോഴും അതൊരു അഡിക്റ്റീവ് എനർജിയിലേക്ക് മാറാറുണ്ട്. അടുത്ത ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ TV ഷോസ്, മൂവീസ് ഒക്കെ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി എപ്പിസോഡ്സ് TV ഷോസിൻ്റെ ഒക്കെ കാണുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയും പിന്നെയും ആ ഒരു കണ്ടൻറ്റ് കാണുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളുടെ മൈൻഡിൽ ആ ഒരു ക്യാരക്ടർ എങ്ങനെയായി, നാളെ എന്താവും, അല്ലെങ്കിൽ ഇന്നലെ എന്തായിരുന്നു എന്നൊക്കെ ആ ഒരു പെർട്ടിക്കുലർ TV ഷോസിനെ കുറിച്ച് അല്ലെങ്കിൽ മൂവീസിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ എനർജി അവിടെ കൊടുക്കുകയും നമ്മുടെ എനർജീനെ ഡ്രെയിൻ ആക്കുകയും ചെയ്യുന്നു. ഈ ജേർണിയിൽ നമ്മൾക്ക് കിട്ടുന്ന സമയമൊക്കെയും നമ്മൾ നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനാണ് വിനിയോഗിക്കേണ്ടത്. അങ്ങനെ നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ജസ്റ്റ് നമ്മളോട് സംസാരിക്കുക, നമ്മളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കുക, നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഈ ജേർണിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് ഉള്ള സമയം നമ്മൾ ഇങ്ങനെയൊക്കെയും വിനിയോഗിക്കുമ്പോൾ ശരിക്കും നമ്മളുടെ ആ ഒരു ഹീലിംഗ് വർക്ക് നടക്കുന്നില്ല ഇവിടെ. അടുത്തതായിട്ട് വരുന്നത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും. തീർച്ചയായിട്ടും ട്രാവലിംഗ് ഒക്കെ നല്ലതാണ്. ലൈഫ് സ്റ്റൈലൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. എന്നാൽ നമ്മൾക്ക് ഉള്ളിലുള്ള വിഷമങ്ങളെ ഫേസ് ചെയ്യാതെ കോൺസ്റ്റൻ്റ്ലി ഷോപ്പിംഗ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുക, മനസ്സമാധാനത്തിന് വേണ്ടി ട്രാവൽ ചെയ്യുക, ഇതൊക്കെയും പല പ്രാവശ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് അറിഞ്ഞോ അറിയാതെയോ ഒരു അഡിക്ഷനിലേക്ക് വരാറുണ്ട്. കാരണം നമ്മൾക്ക് കിട്ടേണ്ട മനസ്സമാധാനം വരേണ്ടത് നമ്മളുടെ ഉള്ളിൽ നിന്നും തന്നെയാണ്. ഉള്ളിൽ നിന്നും വരണമെങ്കിൽ നമ്മൾ നമ്മളെ ഹീലാക്കിയിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഫെമിനൈൻ എനർജീൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു അഡിക്ഷൻ സ്വഭാവത്തിൽ വരുന്ന കാര്യങ്ങൾ. ഇനി മസ്കുലൈൻ എനർജീൻ്റെ അഡിക്ഷൻസ് എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാം. മെയിനായിട്ടും മസ്കുലൈൻ എനർജീൻ്റെ അഡിക്ഷൻ എന്ന് പറയുന്നത് ആൽക്കഹോൾ തന്നെയാണ്. ആൽക്കഹോൾ അഡിക്ഷൻസ് കൂടുതലായിട്ടും മസ്കുലൈൻ എനർജീസിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം ഒരിക്കലും അവരവരുടെ ട്രൂ സെൽഫിനെ ഫേസ് ചെയ്യാൻ ഇഷ്ടപ്പെടാറില്ല. ആൻഡ് മസ്കുലൈൻ എനർജി എന്ന് പറഞ്ഞാൽ ഈഗോ ഇൻ നേച്ചർ ആയിരിക്കും. ഈഗോ കൂടുതലുള്ള ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കും. സോ എല്ലായ്പ്പോഴും അവർ ആ ഒരു ആക്ഷനിൽ, അതായത് ഫെമിനൈൻ എനർജിയെ പോലെ ഇരുന്ന് ചിന്തിക്കുന്നില്ല. അവർ ഇമോഷണലി ഒന്നിനോടും കണക്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഇമോഷൻസിനെ അവർ കണക്റ്റ് ആവാതിരിക്കാനായിട്ട് ഇനീഷ്യലായിട്ട്, അതായത് ഒരു ഡിസ്ട്രോട്ടഡ് എനർജിയിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അൺഅവേക്കൻഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജി ഉള്ളപ്പോഴൊക്കെയും അവർ ഏറ്റവും കൂടുതൽ അഭയം പ്രാപിക്കുന്നത് ആൽക്കഹോളിൽ തന്നെയാണ്. വളരെ കുറഞ്ഞ ശതമാനം ഫെമിനൈൻ എനർജീസും ഇനിഷ്യൽ സ്റ്റേജുകളിൽ ഒരു ആൽക്കഹോളിൻ്റെ ഉപയോഗം, അതായത് ഉപയോഗിച്ച് നോക്കി അഡിക്ഷനിലേക്കൊന്നും പോകാറില്ല. പിന്നെ അവർ സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്റ്റ് ചെയ്യപ്പെടാറുണ്ട്. ഇതുപോലെ തന്നെ മസ്കുലൈൻ എനർജിയുടെ ഇനിയൊരു അഡിക്ഷൻ്റെ സ്വഭാവമാണ് പുകവലി എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇവരെങ്ങനെയാണ് മാറുന്നത്. കാരണം പലപ്പോഴും കൗൺസിലിംഗ് സെഷൻസിലൊക്കെ ചോദിക്കാറുണ്ട്, ഇത്ര പുകവലിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആളാണ് എന്നൊക്കെ. സോ ഒരു കാര്യം മനസ്സിലാക്കുക, മസ്കുലൈൻ എനർജീൻ്റെ അവേക്കനിങ് എപ്പോഴും നടക്കുന്നത് സ്പിരിച്വലി അല്ലായിരിക്കും. സ്പിരിച്വലി എന്ന് പറഞ്ഞാൽ അവർ അവേക്കൻഡ് ആയി കഴിഞ്ഞിട്ടാണ് ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നത്. അവരുടെ അവേക്കനിങ് നടക്കുന്നത് കാർമിക് ട്രിഗറിങ്ങിലൂടെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിനെയൊന്നും ഫേസ് ചെയ്യാൻ പറ്റാതെ, ആ ഒരു അവരുടെ ട്രൂ സെൽഫിനെ ഫേസ് ചെയ്യാൻ പറ്റാതെ, അവർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാവാതെ, ശരിക്കും മൈൻഡും മനസ്സും തമ്മിലുള്ള ഒരു യുദ്ധത്തിൽ ഇതെന്തും ആയിക്കോട്ടെ എനിക്കൊന്ന് ഉറങ്ങണം എന്നുള്ള രീതിയിൽ മേ ബി അവർ ഈ അഡിക്ഷൻസിലേക്കൊക്കെ പോകുന്നതാണ് ഇനിഷ്യലി. എന്നാൽ ഗ്രാജുവലി അവർക്കും മനസ്സിലാവും ഇതൊന്നും വർക്കൗട്ട് ആവുന്നില്ല എന്ന് വരുന്ന ഒരു ദിവസം, അതായത് അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെയൊക്കെ ഒരു ഉപയോഗം വളരെ കുറവായിട്ട് വന്നോളും. കാരണം ഒരിക്കലും ഒരു ഫെമിനൈൻ എനർജിക്ക് മസ്കുലൈൻ എനർജീനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. സെയിം തന്നെ മസ്കുലൈൻ എനർജിക്കും
ഫെമിനൈൻ എനർജീനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ആ ഒരു ഇന്നർ നോയിങ്ങിലൂടെ അവർ ഹീലാവേണ്ട കാര്യമാണ്. അടുത്തതായിട്ട് മസ്കുലൈൻ എനർജീസ് കൂടുതലായിട്ടും സെക്ഷൽ അഡിക്ഷൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സിലേക്കൊക്കെ പോവാറുണ്ട്. ഇതെല്ലാവരുടെയും കാര്യത്തിലല്ല, എന്നാൽ കൂടുതലായിട്ടും മസ്കുലൈൻ എനർജീസ് അങ്ങനെയുള്ള അഡിക്ഷൻസിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ അവരുടെ ഒരു ടാസ്ക് ഫെമിനൈൻ എനർജി സ്പിരിച്വലി അവേക്കനായിട്ട് അവരുടെ സ്പിരിച്വൽ ഗിഫ്റ്റ്സിനെ ഉപയോഗിച്ച് കൂടുതലായിട്ടും ഹീലിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ഒരു പർപ്പസിലേക്ക് വരുമ്പോൾ മസ്കുലൈൻ എനർജി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അതേ സോളിൻ്റെ കർമ്മ ഏതൊക്കെ സോളിനോടുണ്ട് അതൊക്കെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഗിൽട്ട് എല്ലായ്പ്പോഴും അവർക്ക് വരും. അതിനെയൊക്കെയും ഫേസ് ചെയ്യാതിരിക്കാനായിട്ട് അവർ പലപ്പോഴും അതർ അഡിക്ഷൻസിലേക്കൊക്കെയും പോകാറുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, മസ്കുലൈൻ എനർജി എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ഒരു ടാസ്ക് അല്ലെങ്കിൽ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എനർജറ്റിക്കലി നമ്മളെ ഹീലാക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴൊക്കെ നമ്മളുടെ അഡിക്ഷൻസിനെ നമ്മൾ ഹീലാക്കാൻ പറ്റുന്നോ, അവർ നമ്മളുടെ മിറർ സോൾ ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അവിടെയും അതിൻ്റെ ഇമ്പാക്റ്റ്, അതായത് ആ ഓപ്പോസിറ്റ് ബോഡിയിലുള്ള നമ്മളുടെ സോളിലും അതേ ഇമ്പാക്റ്റ് നമുക്ക് ഗ്രാജുവലി കാണാൻ പറ്റും. സോ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ് ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി അറ്റ്യൂട്ട്മെൻറ്റിനായിട്ട് ഒക്കെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ അബാൻമെൻറ്റ് ഇഷ്യൂസിൻ്റെ റൂട്ട് കോസ് അറിയാനും അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂവിൻ്റെ വർക്ക്ഷോപ്പ് മെയ് 1st വീക്കിൽ 2 ദിവസം കണ്ടക്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതിന് ഇൻട്രസ്റ്റ് ഉള്ളവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.